ഓഗസ്റ്റ് 4-ാം തീയതി നമ്മുടെ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി നമ്മുടെ ഇടവക വൈദികരുടെ മധ്യസ്ഥനാണ്. അപ്പം അതിനോടനുബന്ധിച്ച് മിഷൻ ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഇടയനോടൊപ്പം നമ്മുടെ വികാരിയച്ഛനായ എബീച്ചനോടൊപ്പം നമ്മൾ എല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. അപ്പം ഈ സദസ്സിലേക്ക് എബീച്ചനും നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ജോയിന്റ് ഡയറക്ടറായ സിസ്റ്ററിനും എല്ലാവർക്കും സ്വാഗതം. അച്ഛൻ്റെ വീട് ഇവിടെ ചങ്ങനാശ്ശേരിയിലെ ചന്തയിലാണ്. പക്ഷേ ഞാൻ വെറും ചന്തയല്ല, ചില നല്ല ചന്തയായ ആൾക്കാർ പറയാം. വീട്ടിലെ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അച്ഛൻ മരിച്ചിട്ട് 3 വർഷം ഉണ്ടായിരുന്നു, 2 വർഷത്തോളം. അമ്മ മരിച്ചിട്ട് 10 വർഷമായി. പിന്നെ ഞങ്ങൾ 4 മക്കളാണ്. ഞാൻ മൂത്തയാള്, നേരെയുള്ള അനിയൻ, പിന്നെ 2 പെങ്ങന്മാർ. അനിയന് വിവാഹം കഴിഞ്ഞ് 2 മക്കളുണ്ട്. ബിസിനസ് ചെയ്യാൻ ബിസിനസ് ചെയ്തു. അതിൻ്റെ ഇളയ വന്നാൽ SD ഗവൺമെൻറ്റിലെ സിസ്റ്ററാണ്, SD കോൺഗ്രേഷൻ. ഇപ്പോൾ അവരുടെ തന്നെ മിഷൻ സ്റ്റേഷനായ വെറൂരാണ്, നോർത്ത് അമേരിക്ക വെറൂരാണ്. ഇളയ വന്നാൽ വിവാഹം കഴിഞ്ഞു, ഒരു മകനുണ്ട്, അവളും അമേരിക്കയിലാണ്. അവരുടെ അതാണ് എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ വൈദിക ജീവിത അനുഭവങ്ങളാണ്. വൈദിക ജീവിത അനുഭവത്തിലെ ഏറ്റവും സന്തോഷം എന്ന് പറയാൻ ഒരു അനുഭവം പ്രത്യേകിച്ച് അങ്ങനെ പറയുന്ന നിർത്താൻ മാത്രമുള്ള ഒരു അനുഭവമായിട്ട് എന്നതിലുപരി എല്ലാം സന്തോഷത്തിൻ്റെ അനുഭവങ്ങളായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാം. അല്ല, ഞാൻ പറഞ്ഞു തരാം. എല്ലാം തന്നെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളായിരുന്നു. അങ്ങനെ വലിയ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളോ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്ന അനുഭവങ്ങളോ എന്ന് പറയാനൊന്നുമില്ല. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ അനുഭവങ്ങളായിരുന്നു എനിക്ക്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത്. ഒന്നും പ്രത്യേകിച്ച് പറയാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് തിരുവനന്തപുരത്ത് സ്ഥലത്തായിരുന്നപ്പോൾ ഒത്തിരിയേറെ എതിർപ്പുകൾ അല്ലെങ്കിൽ എതിർപ്പ് ഉണ്ടാകുമ്പോഴും അവിടെയൊക്കെ ഭയമില്ലാതെ നിൽക്കാൻ ദൈവം അനുവദിച്ചു. പിന്നെ അങ്ങനെ എതിർത്ത് നിന്നവരെയും നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത്. വളരെ ജീവന് പോലും ഭീഷണി വരുത്തക്ക രീതിയിൽ ഇടപെട്ട ആളുകളെയും അവസാനം സ്നേഹത്തോടെയൊക്കെ ആയി അവിടെ നിന്ന് പോരാൻ സാധിച്ചായിരുന്നു. വേറൊരു സ്ഥലത്ത് വെള്ളപ്പൊക്ക സമയം കഴിഞ്ഞ് ആ സമയമായിരുന്നു. ആ സമയത്ത് വെള്ളപ്പൊക്കക്കാരെ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവിടെയും ദൈവം ഒത്തിരി ഒരുക്കി തന്നു. ഒരാൾ പണത്തിന് പിരിവ് തുടങ്ങിയപ്പോൾ ഒരാൾക്ക് സ്ഥലം തന്നപ്പോൾ വേറെ ഒരു കോൺഗ്രിഗേഷൻ 8 വീടുകൾ വെച്ച് തരാം എന്നിങ്ങനെ പറഞ്ഞു. സ്ഥലമുണ്ടെങ്കിൽ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. പറഞ്ഞത് ഓരോന്നും ഒരു പ്രത്യേകത എന്നുള്ളതിലുപരി എല്ലായിടത്തും ഇതുപോലെയുള്ള 8 വീടുകൾ അങ്ങനെ 8 പേർക്ക് കുട്ടനാട്ടിലുള്ള വീട് പോയ 8 പേർക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് സാധ്യമായി. വളരെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി ഒരുക്കുന്ന സാഹചര്യം. അപ്പം അങ്ങനെ പറയുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ അനുഭവങ്ങളിങ്ങനെ മനസ്സിൽ നിർത്തുകയാണ്. പ്രത്യേകിച്ച് എന്നുള്ളതിലുപരി ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അങ്ങനെ നടത്തുന്ന ഒത്തിരി അനുഭവമാണ്. ഞാനീ പറഞ്ഞു വെച്ചതിൻ്റെ ചേർത്ത് പറഞ്ഞാൽ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും നമ്മളെ വളർത്താനാണ് എന്ന് മനസ്സിലാക്കും. എനിക്ക് പറയാൻ ഏതനുഭവം ചെറിയ കാര്യങ്ങളായിരിക്കും, ഒരു പക്ഷേ ചെറിയ കാര്യങ്ങളാവും. ചെറുതും വലുതുമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തും അതൊക്കെ ദൈവം നമ്മളെ വളർത്താനായിട്ട് ഉതകുന്നതാക്കിയിട്ട് മാറ്റണമെന്നാണ്. അതിനൊക്കെ ഒരു പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പം നമുക്ക് അതൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ തളർത്തുന്നതായിട്ട് തോന്നിയാലും പിന്നീടും തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ വളർച്ചയുടെ. ഇപ്പം ഞാൻ അച്ഛനാൻ പോകുന്നത് താമസിച്ചാണെന്ന് എനിക്കറിയാം. അല്ലേ, 28 വയസ്സിലാണ് അച്ഛനാൻ പോകുന്നത്. അപ്പം അതുവരെ ഉണ്ടായിരുന്ന ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോഴും ഒരുപക്ഷെ ആ പ്രത്യക്ഷത്തിൽ തോന്നുമ്പോൾ അത് ഒക്കെ എനിക്കുന്ന ബുദ്ധിമുട്ടേറിയ അനുഭവമാണെങ്കിൽ ഇന്ന് മനസ്സിലായി. ഇന്നത്തെ ഇപ്പോഴത്തെ ഈ ജീവിതത്തിന് അതൊക്കെ ഒരു മുതൽക്കൂട്ടായി. നിങ്ങളുടെ ഇതിൽ എന്തനുഭവം ഉണ്ടായാലും അത് ഒരു മുതൽക്കൂട്ടാണ് എന്ന് കരുതും. ആ ജീവിതത്തിലേക്ക് ഒരു മുതൽക്കൂട്ടായതുകൊണ്ട് എല്ലാത്തിനെയും നല്ലതായി കാണുക എന്നാണ് ഇങ്ങനെ പറയുന്നത്. എല്ലാത്തിനെയും നല്ലതായി കാണുക. എല്ലാ വാർത്തകളും മംഗള വാർത്തകളാണ്.
നഷ്ടപ്പെടുന്ന മൂല്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇതായിട്ട് പറഞ്ഞാൽ ഉത്തരവാദിത്വ ബോധമില്ലായ്മയാണ്. ഉത്തരവാദിത്വ ബോധമില്ലായ്മ, ജീവിതത്തെ വളരെ ലാഭത്തോടെ കാണുന്ന ഒരവസ്ഥ, വളരെ ലാഭത്തോടെ. നമ്മുടെ ജീവിതത്തിന് കൊടുക്കേണ്ട ഒരു വിലയുണ്ട്, ഒരു ഗൗരവമുണ്ട്, അത് കൊടുക്കാതെ വളരെ ലാഭത്തോടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും മസിൽ പിടിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമല്ല ഉദ്ദേശിക്കുന്നത്, എങ്കിലും തീരെ ലാഭത്തോടെ ജീവിതത്തെ കാണാൻ പാടില്ല. അതാണ് ഇന്ന് കാണുന്ന ഏറ്റവും വലിയൊരു നമുക്കറിയാം. ഈശോയുടെ ജീവിതത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ഒരു 3 മണിക്കൂർ കൊണ്ട് നമ്മുടെ ജീവിതവും ഈശോയുടെ ജീവിതവും ചേർത്ത് വയ്ക്കുന്ന ഒരു അവസരമാണ് എന്നത്. എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് ആ കുർബാന അതിൻ്റെ ഒരു പൂർണ്ണതയിൽ അനുഭവിക്കാൻ എന്നെനിക്കിപ്പോൾ സാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഇപ്പോഴും പൂർണ്ണതയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിനകത്ത് ഓരോ പ്രാർത്ഥനകളും ഉണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ ഞാൻ ചിലപ്പോൾ ചില ചില എല്ലാ ആവശ്യമായി ചെല്ലാത്ത ചില പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ പിന്നെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന വ്യത്യസ്ത പ്രാർത്ഥനകളുണ്ടല്ലേ, അങ്ങനെ പലതും. പിന്നെ ഇപ്പോൾ ഓരോ ഭാഗം എടുത്ത് പറയേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, ഒരു പൂർണ്ണതയെത്തിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പൂർണ്ണമായ ഒരു അനുഭവത്തിലേക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു വളർച്ചയിലാണ് എന്ന് മാത്രം പറയാം. പിന്നെ ഓരോ പ്രാർത്ഥനകളും ഓരോ അവസ്ഥകളും ഒക്കെ അനുഭവവേദ്യമാകുന്നു. അച്ഛനാകാൻ തീരുമാനിച്ചതിന്റെ ഇതിലേതാണ് ചോദിക്കുന്നത്. അത് ഒരു പക്ഷേ ദൈവവിളി എന്ന് പറയുന്നത്, ദൈവവിളി നമ്മുടെ ദൈവവിളി എന്നുള്ളത് ഞാൻ നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണെന്ന് പറയുന്നത്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ദൈവത്തെ തിരഞ്ഞെടുത്തതാണ് എന്നുള്ള ചിന്തയാണ് എനിക്ക്. അങ്ങനെയുള്ളൊരു ചിന്ത, ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ അച്ഛനാകണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കോളേജ് പഠിക്കുന്ന സമയങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം, എൻ്റെ ജീവിതം എനിക്ക് വേണ്ടി മാത്രം വേണ്ടി ആയിരിക്കണം എന്നൊരാഗ്രഹമുണ്ട്. കോളേജ് പഠിക്കുമ്പോൾ അങ്ങനെയുള്ള ചില ഇതൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ അച്ഛനോടൊക്കെ സംസാരിച്ചപ്പോൾ വീട്ടിലെ ഞാൻ പറഞ്ഞില്ല, അച്ഛൻ എനിക്ക് 12 വയസ്സിലും മരിച്ചതാണ്. പിന്നെ ഞാൻ മൂത്തയാളാണ്. അതുകൊണ്ടൊക്കെ അന്ന് പല അച്ഛന്മാരും എന്നോട് നിരുത്സാഹപ്പെടുത്തി. കാരണം വീട്ടിൽ ഉത്തരവാദിത്തത്തോടൊപ്പം തന്നെ ശരിയല്ല നിരുത്സാഹപ്പെടുത്തി. പക്ഷെ അന്നേരവും അച്ഛനാകണമെന്നായ ഒരു പൂർണ്ണമായ ഒരു ഇതായിരുന്നില്ല. ഡു സംതിങ് അതുകൂടെ അതാണ് എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത. പിന്നെ ഞാൻ വേറൊരു ഇപ്പം എൻ്റെ ഇടവപ്പള്ളിയിലെ ഒരു അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛന് ആണ് ഇങ്ങനെ ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിട്ടത്. ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടത് അച്ഛനാണ്. അന്നേരം 28ാമത്തെ വയസ്സിലാണ് ഞാൻ അച്ഛനാകാൻ ചേരുന്നത്. സാധാരണ 26ാമത്തെ വയസ്സിൽ അച്ഛനാകും സാധാരണ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് അത് ഞാൻ തിരഞ്ഞെടുക്കുകയല്ലായിരുന്നു, എന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു പറയാൻ കഴിയാതാണ്. വേണോ എന്നുള്ള ചിന്ത നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്നതാണ്. അങ്ങനെ ഉണ്ടാകുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഇതൊക്കെ ഉണ്ടാകണം എന്നുള്ളതാണ്. സംസ്കാരം വേണമെന്ന് ചിന്തിക്കണം, കുർബാന വേണമെന്ന് ചിന്തിക്കണം, ദീപകാശങ്ങളൊക്കെ വേണ്ടതാണെന്ന് ചിന്തിക്കണം, അത് ചിന്തിക്കണം. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത് ഒരിക്കലും തെറ്റല്ല. ഉണ്ടായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ, വേണമോ വേണ്ടോ. അതാണ് അന്വേഷണം. ഇന്നത്തെ കുർബാന പോലെ തന്നെ അന്വേഷണം വേണം, അത് ആവശ്യം. സംസാരം പോലും വേണ്ട എന്നൊരു ചിന്ത നമുക്ക് പറയാം, നേരിട്ട് പറഞ്ഞാൽ പോലെ ഇതിനെ നമ്മളിങ്ങനെ ഇത് എന്താണ് എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ ഒന്നാമതായിട്ട് ഞാനിപ്പോഴും പറയുന്നത് സംസാരം ഒരു കൂതാശ ആയതുകൊണ്ട്, കൂതാശ എന്ന് പറയുമ്പോൾ ഈശ്വരനെ സ്ഥാപിച്ചതായതുകൊണ്ട് അത് വേണം. ഇപ്പോഴും ഞാൻ അടിസ്ഥാനമായിട്ട് പറയാനുള്ളതാണ്. ഒന്നാമതൊരു കൂതാശയാണ്, ഈശോ സ്ഥാപിച്ചതാണ്. അപ്പോൾ ഈശോ സ്ഥാപിക്കുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അത് നിവർത്തിതമാക്കപ്പെടണം. അതല്ലേ വെറുതെ സ്ഥാപിക്കരുത്. ഈശോയുടെ ആഗ്രഹമാണ് നമ്മൾ സംസാരിക്കണം എന്നുള്ളത് ഈശോയുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഈശോ അങ്ങനെ സ്ഥാപിച്ചത്. അപ്പോൾ
എന്നൊരു പറഞ്ഞു. ഇനിയും സംസാരത്തിൻ്റെ ഇതിനാണ് ഇങ്ങനെ ഒരു ഇത് അതായത് സംസാരത്തിൻ്റെ അതിൻ്റെ ഏറ്റവും തീവ്രമായ ഒരു അനുഭവം ഉണ്ടായിരിക്കും അല്ലേ അല്ലേ ഈ പല മറ്റ് ഇപ്പം ക്രിസ്ത്യൻസിൽ തന്നെ കാത്തലിക്സ് അല്ലാത്തവരുണ്ട് ഡെനോമിനേഷൻസ്. അവർ പലരൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർക്ക് ഇങ്ങനെയുള്ളൊരു സംസാരമില്ല. അതുപോലെ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു ഇതേയുണ്ട്, എല്ലാവരും വിളിച്ചു പറയുന്ന അപ്പം പലരും പറയാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് ഇറക്കി വയ്ക്കാൻ ഒരു സ്ഥലമുണ്ട്, പക്ഷേ ഞങ്ങളവിടെ കൊണ്ട് ഇറക്കി വയ്ക്കും എന്നാണ് പലരും ചോദിക്കാറ്. മറ്റു മതസ്ഥരും ചോദിക്കാറുണ്ട്, മറ്റു മതസ്ഥരോട് പറയുമ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിൽ തിങ്ങിയിരിക്കുമ്പോൾ എവിടെയെങ്കിലും വയ്ക്കാൻ. ഇനിയും ഒരുപക്ഷെ അവർക്ക് പോയി പ്രാർത്ഥിക്കാമായിരിക്കും, പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം അല്ലല്ലോ കുമ്പസാരത്തിൽ കിട്ടുന്ന ഒരു അനുഭവം. കുമ്പസാരം എന്നതിനുള്ള ഒന്ന് ഇറക്കി വെച്ചു എന്നൊരു ആശ്വാസമുണ്ട് ഇല്ലേ, ഒന്ന്. രണ്ടാമതായിട്ട് അതിന് സൊല്യൂഷൻ ഉണ്ടെന്നാണ്. ഇറക്കി വയ്ക്കുക മാത്രമല്ല, അതിന് സൊല്യൂഷൻ കിട്ടി. അത് ആ സൊല്യൂഷൻ കിട്ടുന്നത് ഒരു ആപ്റ്റായിട്ടുള്ള സൊല്യൂഷനാണ്. ആപ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന സൊല്യൂഷനാണ്, സാധാരണ മനുഷ്യൻ തരുന്ന സൊല്യൂഷനാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേദന ഉണ്ടായി സാധാരണ ഒരാളോട് പോയി സംസാരിച്ച് അയാൾ എന്തെങ്കിലും സൊല്യൂഷനൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ അത് മാനുഷികമായ സൊല്യൂഷനാണ്, ഇത് ദൈവികമായ സൊല്യൂഷനാണ്. അതുകൊണ്ട് അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ശ്രേഷ്ഠതാണ് ദൈവം. നമ്മുടെ പ്രശ്നങ്ങൾ ഇറക്കി വയ്ക്കാൻ ഒരു താങ്ങ്, ഒപ്പം അതിനൊരു സൊല്യൂഷൻ, അതും ആപ്റ്റായിട്ടുള്ള, ആപ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവികമായ ഒരു സൊല്യൂഷൻ കിട്ടുന്ന ഒരു അവസരം. അതായിരിക്കും സംസാരത്തിൻ്റെ അച്ഛന് ഇടവകയിലെ സമൂഹത്തെ കൊണ്ട് സാധ്യമാക്കി എടുക്കണം എന്ന ആഗ്രഹമുള്ളത് എവിടെയായാലും അല്ലേ, അതൊരു ആഗ്രഹം. ഇടവകയിലായാലും ഈ മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഈ ജനങ്ങളെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ നീയാണ് എന്നെ അയച്ചെന്നുള്ളതിൻ്റെ അടയാളം അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം, എന്തായിരിക്കും എൻ്റെ ഒരു അടയാളം? ദൈവം പറയുന്നത് നീ അവരെ മോചിപ്പിച്ചു കഴിയുമ്പോൾ അവർ മലയിൽ എനിക്ക് ആരാധന നടത്തും, അതായിരിക്കും എൻ്റെ അടയാളം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വലിയ നിലയിൽ വലിയ പക്ഷേ ആഗ്രഹിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഒന്നിച്ച് വിഭാഗ്യത കൂടാതെ ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഒന്നുചേരുന്ന ഒരവസ്ഥ. അത് പള്ളിയിൽ എല്ലാവരും ഒന്നുചേരുന്നതല്ല, എവിടെയായിരുന്നാലും ഒരു ഇടവക സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടാൻ നിൽക്കുന്ന ഒരവസ്ഥ. അതാണ് നേടിയെടുക്കേണ്ടത്. പ്രതീക്ഷിക്കുന്നത് സഭയോട് കൂറുള്ള, വിശ്വസ്തതയുള്ള, സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന ഒരു ജീവിതം നയിക്കുന്ന മക്കളായി തീരണം എന്നതാണ് സ്വകാര്യം. യഥാർത്ഥത്തിൽ കൂറുള്ള, യഥാർത്ഥ സഭയ്ക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാണ്. നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്ന മാതൃകയുണ്ടല്ലോ, സഭയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു നമ്മുടെ പൂർവ്വപിതാക്കന്മാർ. അതുപോലെ വേണ്ടി വന്നാൽ സഭയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്ന കൂറുള്ള, സ്നേഹമുള്ള ഒരു സമൂഹമായി വിജയകരമായ ജീവിതമാണോ വിശുദ്ധമായ ജീവിതമാണോ ഏറ്റവും നല്ലത് അഭിപ്രായം? പക്ഷേ വിശുദ്ധമായ ജീവിതം നയിച്ചെങ്കിലേ വിജയകരമായ ജീവിതം നേടിയെടുക്കാൻ സാധിക്കും. വിശുദ്ധമായ ജീവിതത്തിലൂടെ മാത്രമേ വിജയകരമായ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ എന്നുള്ളതാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈശോ ഉണ്ട് എന്നുള്ള വിശ്വാസവും, ഈശോ അല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസം, ദൈവം നമ്മളെ സംരക്ഷിക്കുന്നുള്ള വിശ്വാസം, അതാണോ വിശ്വാസം എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ സ്ഥാനം വിശ്വാസം പറയുമ്പോൾ വിശ്വാസ ജീവിതമായിരിക്കും ഉദ്ദേശിക്കുന്നത്. വിശ്വാസ ജീവിതം നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഇതൊക്കെ ഉപകാരമായി കൊണ്ടുപോകുന്നു, സംസാരിക്കുന്നു, അല്ലെങ്കിൽ സന്ദർശത്തിൽ കൊണ്ടെടുക്കുന്നു, അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങൾ അത് പറഞ്ഞു പോകുന്നതാണ്. ദൈവമുണ്ടെന്ന് തന്നെ ആൾക്കാർ, ദൈവമില്ല എന്ന ആൾക്കാർ പലരും പറഞ്ഞു നടക്കുന്നുണ്ട്. അത് നമ്മളുടെ കത്തോലിക്കർ തന്നെ ചിലവർ തന്നെയുണ്ട്. അതിൻ്റെ കാരണങ്ങളൊക്കെ വിശ്വാസം കുറഞ്ഞു പോകാൻ അതിന് കാരണങ്ങളെന്ന് പറയാനായിട്ട് ഒന്നാമത് ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ ഒരു വലിയ ശ്രമം, ഒരു വലിയ കാരണമാണ്. പിന്നെ ഒരു വെസ്റ്റേണൈസേഷൻ എന്ന് പറയാം. വെസ്റ്റേൺ കൾച്ചർ പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചറിൻ്റെ വലിയ വിഴുങ്ങിപ്പോയാണ്.
ക്രിസ്ത്യൻ കൾച്ചർ ഇങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു ക്രിസ്ത്യൻ കൾച്ചർ അത് ഏറ്റവും ഭൗതികതയുടെ ഒരു ചിന്തയാണ്. ഇപ്പോഴത്തെ ക്രിസ്ത്യൻ കൾച്ചറിൻ്റെ മുഴുവൻ ഭൗതികതയാണ്. ഭൗതികമായ നേട്ടങ്ങളാണ് വേണ്ടെന്ന് ചിന്ത. അത് നമ്മൾ ഒത്തിരിയേറെ വിഴുങ്ങുമ്പോൾ ഭൗതികത വിഴുങ്ങുമ്പോൾ ആധ്യാത്മികത നഷ്ടപ്പെടും. സ്വാഭാവികം. ഒരു ഭൗതികതയുടെ ഒരു കടമയേറ്റമാണ് ആധ്യാത്മികതയുടെ ശോഷണത്തിന് കാരണം. ആർഭാട ജീവിതം ഇന്ന് കാണുന്ന സുഖസൗകര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അമിതമായ സുഖസൗകര്യം ലഭിക്കേണ്ട പലതും തലമുറയിലൂടെ വരേണ്ട പലതും നമുക്ക് നഷ്ടപ്പെടും. ഞാനത് പറഞ്ഞു കഴിഞ്ഞു തോന്നുന്നില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലേഡിയോട് എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം 10ൽ പഠിക്കുന്ന ഇല്ല ഒരു ക്രിസ്ത്യൻ കൂടുതൽ ഭൂരിഭാഗം പേരും നമ്മൾ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയാണ് ഈ സ്വർഗം നരകം ഉണ്ടെന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ നല്ലവരാക്കാൻ വേണ്ടിയാണ് മാതാപിതാക്കൾ ഇങ്ങനെ കഥ പറയുന്നുണ്ട്. അപ്പം പണ്ട് നമുക്ക് പകർന്നു കിട്ടിയ വിശ്വാസം ഇപ്പോഴും പലരിലും ഇല്ല. അത് ശോഷിച്ച് വന്നുകൊണ്ടിരിക്കും. എന്തിനാണ് ഈ പള്ളിയിൽ പോകുന്നത്, എന്തിനാണ് തീർത്ഥാടനം, അങ്ങനത്തെ ഒരു ചോദ്യമാണ് ഇപ്പോൾ പലരും ഉയർത്തുന്നത്. അപ്പം അതിനോട് അച്ഛൻ എന്താണ് പറയുന്നത്? പറഞ്ഞതാണ് എന്താണ് ഈ വിശ്വാസത്തിൽ എന്തിന് വിശ്വാസത്തിലായിരിക്കണം, എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യണം, എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്നുള്ളതാണ്. അത് അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ്റെ മനസ്സിലുള്ള ഒരു തൃഷ്ണയാണ്. ഈ മതവും വിശ്വാസവും മനുഷ്യൻ്റെ ഇവ ഇല്ല എന്ന് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നോ പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലേസ് ഉണ്ടാവണം. ഇപ്പം ഈ നമ്മളിപ്പം പകരാന്ന് പറയാൻ കാരണം എന്നാണ് ഇത് കഴിയുമ്പോൾ ഒരു രാത്രി ഉള്ളതുകൊണ്ടാണ് അല്ലേ. ഒരു രാത്രി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ പകരാന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ മുഴുവൻ സമയം ഇതുപോലാണെന്നുണ്ടെങ്കിൽ പിന്നെ പകരം രാത്രിയൊക്കെ വരും. ഇതിനെ പകരം പോലും വിളിച്ചൊന്നും വരത്തില്ല. ഇതിനെ വിളിക്കുക. അപ്പോൾ ഈ എല്ലാ മനുഷ്യൻ്റെയും മനസ്സിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരിതാണ് ഈ എന്തോ ഒരു നന്മയിലേക്കുള്ള ഒരു പോട്ട് എന്നുള്ളത് എല്ലാ മനുഷ്യൻ്റെ മനസ്സിലുള്ളതാണ്. അടിസ്ഥാനപരമായിട്ട് എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. ഈ ദൈവമില്ല എന്ന് പറയുമ്പോഴും ഈ ഇപ്പോൾ സെൻറ്റാഴ്ചയും പറയുന്നതാണ്. സെൻറ്റാഴ്ച പറയുന്നത് നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിങ്ങൾ എത്തിച്ചേരുന്നത് വരെ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥതയിലാണ്. എവിടെ ഒന്ന് എത്തിച്ചേരാനുള്ള ഒരു ത്വര എല്ലാ മനസ്സിലും. ഇപ്പൊ പിന്നെ അത് ഇല്ലാതെ പോകുന്നെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറയുന്ന പോലെ ഭൗതികതയുടെ കടന്നുകയറ്റമാണ് അതിനെ ഇല്ലാതെ. അപ്പോൾ ആ ഒരു പ്രശ്നം എപ്പോഴും മനസ്സിൽ കാണും. അതിനെ ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് വെച്ചാൽ അത് അവർക്കൊരു ജീവിതത്തിൽ അതുപോലെ ഒരു അവസരം വരുമ്പോഴേ അവർക്കത് തിരിച്ചു വന്നപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ വേൾഡ് ട്രേഡ് സെന്റർ നശിപ്പിച്ചല്ലോ അല്ലേ. വേൾഡ് ട്രേഡ് സെന്റർ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു എന്ന് കേട്ടാൽ. അതായത് അമേരിക്കയിലെ ഒരു വലിയ ബിൽഡിങ് അവരെ ടൈറ്റാനിക് അങ്ങനെയായിരുന്നു. ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് ടൈറ്റാനിക്കാണ് നശിച്ചു പോയത് എന്ന് പറയുന്നത് പോലെ അമേരിക്കയിലെ ഒരു വലിയ 100 കണക്കിന് മേളിൽ നിലമുള്ള ഒരു വലിയ ബിൽഡിങ് ഒരിക്കലും ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചത് അതൊരു വിമാനം ഇടിപ്പിച്ച് നശിപ്പിച്ച് കളയുന്നത് അതൊരു വലിയ അടിയായിരുന്നു അമേരിക്ക. അത് കഴിഞ്ഞപ്പോൾ അമേരിക്ക ഒരു വലിയ തിരിച്ചുവരവുണ്ടായി എന്നാണ് അവിടെ പറയുന്നത്. അതുവരെ ശൂന്യമായിരുന്ന ദേവാലയങ്ങളൊക്കെ പിന്നീട് നിറയാൻ തുടങ്ങി. ചെറുപ്പക്കാരായ പലരും ദേവാലയത്തിലേക്ക് വരാൻ തുടങ്ങി. എങ്ങനെയാണ് അതുപോലെ ഒരു ത്രട്ടുണ്ടായി. ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഇനി തിരിച്ചു വരും. ഇങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാവണം. ഇനി അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയല്ല, ദൈവം തിരഞ്ഞെടുക്കണം. ഈശോ പറയുന്നുണ്ട്, ഞാൻ ആർക്ക് വെളിപ്പെടുത്താൻ മനസ്സാകുന്നോ അവന് വെളിപ്പെടുത്തുന്നു പറയുന്നു. ദൈവത്തിൻ്റെ ഒരു മനസ്സാകലും ഉണ്ടാകണം. അവിടെ നമ്മുടെ ഒരു കോപ്പറേഷനും ഉണ്ടാകും. നമ്മൾ സഹകരിക്കണം. ഇങ്ങനെയുള്ള പിള്ളേര് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അച്ഛൻ്റെ ആഗ്രഹം? അതായത് എങ്ങനെയുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ കാഴ്ചവെക്കേണ്ടത്? പിള്ളേരെ സഹായിച്ചു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തുമാത്രം മെച്ചപ്പെടുത്തണം? നിങ്ങളുടെ പ്രവർത്തനങ്ങളാണെന്ന് മനസ്സിലാക്കുക. പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചിന്തയാണ് നമ്മൾ എപ്പോഴും. പ്രവർത്തനപരത എന്ന് പറയും അത് നമ്മളെ ഒത്തിരിയേറെ പിന്നോട്ട് നടത്തുന്നുണ്ടെന്നാണ്. പ്രവർത്തനങ്ങൾ എന്നതിലുപരി ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം ഓരോ സംഘടനയുടെയും ലക്ഷ്യം നൽകുന്നത്. ഏത് സംഘടനയായാലും, അത് മിഷലി ആയാലും വിദ്യാർത്ഥി ആയാലും മതവിരോധി ആയാലും എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹം.
ഈ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിന് പിന്നിൽ നമ്മളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമാണ് എപ്പോഴും നിൽക്കുന്നത് അല്ലേ. ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കണം എൻ്റെ ഇത് അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തനം എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കും. അതിനെ പ്രവർത്തനപരത എന്ന് പറയും. അത് പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെങ്ങനെ പ്രവർത്തിക്കണമെന്നല്ല ഞങ്ങൾ ചോദിക്കുന്നത്. പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ജീവിക്കണമെന്നേ പറയും. ജീവിതമാണ് പ്രവൃത്തി. ജീവിക്കുമ്പോൾ പ്രവൃത്തി തന്നെയാവും. ഇവിടുത്തെ ഇടവകയിൽ അച്ഛൻ്റെ അനുഭവങ്ങൾ, കാഴ്ചപ്പാട്, സമൂഹം എന്നിവയെ കുറിച്ചൊന്ന് പറയാമോ? ഇവിടെ ഈ ഇടവകയെ കുറിച്ച് ചെയ്യാന്ന് പറയുന്നത് അനുഭവങ്ങളിലൂടെയാണ്. അനുഭവങ്ങൾക്ക് ഉള്ള സമയമായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു 3-4 മാസത്തെ അനുഭവമല്ലേ ഉള്ളൂ. ഈ ഇത്രയും നാളത്തെ അനുഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയാൻ പറ്റുന്ന ഒരു എല്ലാം കൊണ്ടും ഒരു നല്ല ഇടവകയെന്ന് എനിക്ക് പറയാം. എല്ലാ തരത്തിലും ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുകയും ഇവിടെ നമ്മുടെ ഒരു പേരിനൊരു കോട്ടന്നിട്ട് ചോദിച്ചത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതൊന്നൊരു നമ്മുടെ എന്താ ഇടവക ജനത്തിൻ്റെ മോശമായ മനസ്സുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ചില സാഹചര്യങ്ങളുടെ ഇതുകൊണ്ടൊക്കെ വന്നു പോയി എന്നുള്ളത് ഞാനത് കാണാം. അതുകൊണ്ട് ഇതുവരെയുള്ള അനുഭവത്തിൽ ഒന്നാമത് എനിക്ക് പറയാനുള്ള ഒരു സ്നേഹമുള്ള സമൂഹം എന്ന് എനിക്ക് പറയാം. ഒരു സ്നേഹമുള്ള സമൂഹമാണ് നൽകുന്ന ഒരു അച്ഛനെ എങ്ങനെ കാണുന്നു, ദൈവനെ എങ്ങനെ മനസ്സിലാക്കാം, അച്ഛൻ്റെ ജീവിതാനുഭവമായി ചേർത്ത് പറയാം. ദൈവത്തെ ഞാൻ ഏതാണ്ടൊക്കെ ഒന്ന് പറഞ്ഞ് കഴിഞ്ഞാണ്. അതിൻ്റെതായ എല്ലാം ഞാൻ പറഞ്ഞല്ലോ. അത് ഞാനല്ല, തിരഞ്ഞെടുക്കുന്ന ദൈവമാണ് എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക്. പിന്നെ അതിനോടൊരു സഹകരണം വേണമെന്നുള്ളത്. നമ്മളെങ്ങനെ ദൈവത്തെ എടുക്കുന്ന പറയാൻ ദൈവം ഇങ്ങനെ മുകളിൽ നിന്ന് വിളിക്കുന്നൊന്നുമില്ല ആരെയും. ദൈവവിളി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ മുകളിൽ നിന്ന് വിളിക്കുക അല്ലെങ്കിൽ മനുഷ്യനിങ്ങനെ പോടാന്ന് പറഞ്ഞ് ഒരു ചിന്ത ഉണ്ടാക്കുന്നതൊന്നുമില്ല. അങ്ങനെ ഉണ്ടാകില്ല. ചിലപ്പോൾ അതിനുള്ളൊരു ഇതിനെയൊക്കെ പറയുന്ന ഒരു വിത്ത് ഇടുക എന്നുള്ളതാണ്. ഒരു വിത്ത് ദൈവം കൊണ്ടിടും. പക്ഷെ വിത്ത് മുളയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിനുള്ള അവസരം ഒഴുകി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുക്കിയ നിലത്ത് എന്ന് പറഞ്ഞതുപോലെ നമ്മളതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ അത് മുളയ്ക്കും. അപ്പോൾ വിത്തിടുന്നത് ദൈവമാണ്. മുളപ്പിക്കാൻ വേണ്ടതൊക്കെ നമ്മൾ ഒന്ന് സഹകരിച്ച് നിർത്തുക എന്നുള്ളതാണ്. ഞങ്ങളുടെ സമയം ചിലവഴിച്ച് ഞങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അച്ഛന് നന്ദി.